അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1421 സൂറത്ത് ഇബ്രാഹിം 6 മുതൽ 8 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أنجاكم من آل فرعون يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. صدق الله العظيم. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. وإذ قال موسى لقومه, മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം ജനങ്ങളെ നിങ്ങൾ ഓർക്കണം. ഇത് അഞ്ചാക്കും, നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയ നേരത്ത് ചെയ്തു തന്ന അനുഗ്രഹം. മിൻ ആലി ഫിർഔന, ഫറോവയുടെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി. യസൂമൂനക്കും സൂഅൽ അദാബി, ആ ഫറോവയും അവന്റെ ആളുകളും നിങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള ശിക്ഷകൾ അനുഭവിപ്പിക്കുകയായിരുന്നു. യുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ മക്കൾ ആൺകുട്ടികളെ അവർ കൊന്നുകളയുകയും വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തിയ മഹത്തായ അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. വഫീ ദാലിക്കും, ഇതിലുണ്ട്, അഥവാ നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന അനുഗ്രഹത്തിലോ അല്ലെങ്കിൽ അവരുടെ ശിക്ഷയിൽ നിന്ന് അവരെ നശിപ്പിച്ചു എന്നതിലോ ഉണ്ട് ബലാഉം മിർ റബ്ബിക്കും അലീം, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വലിയ പരീക്ഷണമുണ്ട് അല്ലെങ്കിൽ അനുഗ്രഹമുണ്ട്. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ അറിയിച്ച സന്ദർഭം ഓർക്കുക. ലൈൻ ശക്കർത്തും, നിങ്ങൾ നന്ദി ചെയ്താൽ അസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. വലൈൻ കഫർത്തും, നിങ്ങൾ നിഷേധം കാണിച്ചാലോ ഇന്ന അദാബിലെ ഷദീദ്, നിശ്ചയം എന്റെ ശിക്ഷ വളരെ കഠോരമാണ്, അഥവാ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്നർത്ഥം എന്ന് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്, ഓർക്കേണ്ടതാണ്. വഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ, നിങ്ങളും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും നിഷേധികളായാൽ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, നിശ്ചയം അല്ലാഹു തആല ജനങ്ങളിലേക്ക് ആശ്രയിക്കാത്തവനും സ്തുത്യർഹനുമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ ഉണർത്തുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞല്ലോ, ദക്കിറുഹും ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നടന്ന ദിനങ്ങളെ ഓർമ്മിപ്പിക്കണമെന്ന്. അപ്പൊ ആ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട്, സമൂഹത്തോട് പറയാണ്, വഇദ് ഖാല മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അഥവാ ഇസ്രയേലികൾ, അവര് വാസ്തവത്തിൽ ഖിബ്തികളുടെ അഥവാ റോയൽ ഫാമിലി, ഫറോവയുടെ കുടുംബം, റോയൽ ഫാമിലി, ആ റോയൽ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്ക് അടിമപ്പണി എടുക്കുകയും അതേപോലെ അങ്ങേയറ്റം പരിഹാസം ഏറ്റുവാങ്ങി വിഷമകരമായ സാഹചര്യത്തിലൂടെ കഴിഞ്ഞു പോവുകയുമായിരുന്നു. അതിനിടക്കാണ് പുതിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്താ പ്രശ്നം? ആൺകുട്ടികളെ കൊന്നുകളയുക, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുക എന്ന പ്രശ്നം. അതിന്റെ കാരണം രണ്ട് വിധത്തിലുള്ള അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ ചിലർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അവരുടെ കൂട്ടത്തിലെ ചില ജ്യോത്സ്യന്മാർ ഇസ്രയേലികളിലുള്ള ഒരാൾ നിങ്ങളുടെ ഭരണം നശിക്കുന്നതിന് കാരണമാകുമെന്ന് ഫറോവയോട് പറഞ്ഞു. അപ്പൊ അതിനെങ്ങനെയാണ് മറികടക്കുക എന്ന ചർച്ച അവരുടെ ഇടയിൽ വന്നപ്പോ
ഇനി ഇസ്രായേലികളിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിയെ ജീവിക്കാൻ വിടാതിരിക്കുക എന്നായിരുന്നു വന്ന സജഷൻ. വാസ്തവത്തിൽ അത് വിഡ്ഢിത്തമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം എന്താ, ഇപ്പൊ ജീവിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണോ അതെങ്കിലോ? അപ്പൊ ആ സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ അവരങ്ങനെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്രായേലികളിലുള്ള സ്ത്രീകൾ ഗർഭിണികളായാൽ പട്ടാളക്കാരുടെ നിരീക്ഷണവും കാവലും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയാണ് എങ്കിൽ നിർദാക്ഷിണ്യം ആ കുട്ടിയെ കൊന്നുകളയുകയും പെൺകുട്ടിയാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. ഇതാണ് ആൺകുട്ടികളെ കൊന്നുകളയുകയും പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം. സ്ത്രീകളെ ജീവിക്കാൻ വിടുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരെ കൊന്നുകളയില്ല, പക്ഷെ ഭർത്താക്കന്മാരോടൊപ്പം നിൽക്കാൻ സമ്മതിക്കാതെ ഇവർക്ക് സേവനം ചെയ്യാനും ഇവർക്ക് വേണ്ടി സംഗതികൾക്ക് ഉപയോഗപ്പെടുത്താനും പരിശ്രമിക്കും എന്ന വ്യാഖ്യാനം ഇവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആൺകുട്ടികളെ കിട്ടിയാൽ കൊന്നുകളയുകയും സ്ത്രീകളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇസ്രായേലികൾ അനുഭവിച്ചിരുന്നു. ആ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. എന്താ അനുഗ്രഹം? ഇത് അഞ്ചാക്കും മിൻ ആലി ഫിർഔൻ, ഫറോവയിൽ നിന്നും അവന്റെ ആളുകളിൽ നിന്നും നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി. അവനും അവന്റെ ആളുകളും എന്താ ചെയ്തുകൊണ്ടിരുന്നത്? യസൂമൂനക്കും സുഅൽ അദാബ്, നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള ശിക്ഷകൾ അവർ വഹിപ്പിച്ചുകൊണ്ടിരുന്നു. യുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺകുട്ടികളെ കൊന്നുകളയുകയും യസ്തഹ്യൂന നിസാഅക്കും, സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തു. ആ സമയത്ത് അള്ളാഹു അത് നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ് അള്ളാഹു പറയുന്നത്. എങ്ങനെയാ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയതെന്ന് ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, വിശദീകരിക്കേണ്ടതില്ലല്ലോ അല്ലെ. ചെങ്കടലിൽ മുക്കി മരിച്ച കഥ നമ്മൾ മുമ്പ് കുറെ ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, അത് ഓർക്കണമെന്ന് മൂസാ നബി പറഞ്ഞതിന് ശേഷം വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അളീം, ഇതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വലിയ പരീക്ഷണമുണ്ട്, അല്ലെങ്കിൽ വലിയ അനുഗ്രഹമുണ്ട്. രണ്ടും അർത്ഥം ഇവിടെ പണ്ഡിതന്മാർ ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പരീക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫറോവയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമുണ്ട്. ഇനി ഫറോവയും അവന്റെ ആളുകളും നിങ്ങളുള്ള ആൺകുട്ടികളെ കൊന്നുകളയുകയും അതേപോലെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്നതിൽ പരീക്ഷണമുണ്ട് എന്നും ആകാർത്ഥം. രണ്ടാണെങ്കിലും ആ പരീക്ഷണത്തിൽ നിന്നൊരു അറുതി വന്നു. ആ വിഷമത്തിന്, ആ മാനസിക വ്യതക്ക് ഒരു സൊല്യൂഷനായി. അതാണ് ഫറോവയും അവന്റെ ആളുകളും ചെങ്കടലിൽ മുങ്ങി മരിച്ച ദിനമുണ്ടായത്. അതുകൊണ്ട് അത്രയും സംഗതി നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്നതിനെ നിങ്ങൾ നിരന്തരം ഓർക്കുകയും എന്നിട്ട് അതോർത്തുകൊണ്ട് അതിന് നന്ദി രേഖപ്പെടുത്തുന്ന ശൈലി സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടുത്തെ ഉത്ബോധനത്തിന്റെ ചുരുക്കം. എന്നിട്ട് അതൊന്നുകൂടി കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറയാണ്, വൈദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് അറിയിച്ച വിളംബരം ചെയ്ത സന്ദർഭം ഓർക്കുക. അതായത് പ്രവാചകന്മാർ മുഖേന അല്ലാഹു തആല ജനങ്ങളെ അറിയിച്ചു എന്നർത്ഥം. എന്താ അറിയിച്ചത്? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അതേസമയത്ത് വലഇൻ കഫർതും, നന്ദികേട് കാണിക്കാനാണ് ഭാവമെങ്കിലോ ഞാൻ നിങ്ങളെ കടുത്ത ശിക്ഷിക്കും. കാരണം ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ ഗുരുതരമാണ്, കഠിനമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയതാണ് എന്ന് മനസ്സിലാക്കി പടച്ചവനോട് നന്ദി കാണിച്ചാൽ അല്ലാഹു അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും കൂട്ടിത്തരും. അതേസമയത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അത് അനുഭവിച്ചും ജീവിക്കുകയും എന്നിട്ട് അതിനെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയും ചെയ്താലോ അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു തആല പണി കൊടുക്കും. എങ്ങനെയാ പണി കൊടുക്കൽ? ഇന്ന അദാബിലെ ശദീദ്, എന്റെ ശിക്ഷ കടുത്തതാണെന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു കസീർ പറഞ്ഞു, വദാലിക ബിസൽബിഹ അൻഹും, ആ അനുഗ്രഹങ്ങളെ അവരിൽ നിന്ന് അല്ലാഹു തആല എടുത്തു കളയും. അല്ലാഹു അനുഗ്രഹം കൊടുത്തിട്ട് ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അനുഗ്രഹദാതാവായ അല്ലാഹുവാണ് ഇത് നൽകിയത് എന്ന് മനസ്സിലാക്കി അതിന് നന്ദി കാണിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അല്ലാഹു തആല അനുഗ്രഹം അവനിൽ നിന്ന് എടുത്തു കളയും. അതാണ് ശിക്ഷ. ശിക്ഷയുടെ ഒരു രൂപമാണ് ആ പറഞ്ഞത്. ആ ശിക്ഷ അവർക്ക് അല്ലാഹു തആല നൽകും. അതേപോലെ തന്നെ ഇഖാബിഹി ഇയ്യാഹും അലാ കുഫ്രിഹാ, അത് നിഷേധിച്ചതിന്റെ പേരിൽ പരലോകത്ത് അല്ലാഹു തആല അവരെ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദികേട് കാണിച്ചാൽ എന്താക്കും? ആ അനുഗ്രഹം ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും. ആ അനുഗ്രഹം ക്യാൻസൽ ചെയ്യുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയും വരും. ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് ഇബ്നു കസീർ പറയുന്നു, വഖദ് ജാഅ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്നൽ അബ്ദ ലയുഹറമു റിസ്ഖു,
ഒരു മനുഷ്യന് ഉപജീവനം തടയപ്പെടും ബിദ്ദംബി യുസീബുഹു, ഒരു മനുഷ്യനെ ബാധിക്കുന്ന തെറ്റ് കാരണത്താൽ. ചില തെറ്റുകൾ ചെയ്താൽ അതിന്റെ അപലക്ഷണം എന്ന നിലക്ക് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപജീവനം പോലും നഷ്ടപ്പെടുന്ന, ഇല്ലാതെയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദികേടിന്റെ ആളുകളായി മാറിയാൽ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ഷോക്ക് ട്രീറ്റ്മെന്റ് തരും. പരലോകത്തെത്തുമ്പോൾ എന്തായാലും കടുത്ത ശിക്ഷ തന്നെ ഏൽക്കേണ്ടി വരികയും ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ എത്ര ചെറിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാലും ആ അനുഗ്രഹങ്ങളുടെ മെറിറ്റിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയിലേക്കല്ല നോക്കേണ്ടത്. മറിച്ച് നൽകിയ ആളാരാ? എന്റെ നാഥനായ അള്ളാഹുവാണ് എന്ന് ചിന്തിക്കണം. ഇപ്പൊ നോക്കി, ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുകൂടെ മർറ ബിഹി സായിലുൻ ഫഅതാഹു തംറ, ഒരു യാചകൻ നബിതങ്ങളുടെ അടുത്ത് വന്നു. അപ്പൊ നബിതങ്ങൾ അദ്ദേഹത്തിന് ഒരു കാരക്ക കൊടുത്തു, ഒരു ഈത്തപ്പഴം കൊടുത്തു. ഒരു ഈത്തപ്പഴം കൊടുത്തപ്പോൾ അയാൾക്ക് ഭയങ്കര ചൂടായി, അയാൾ അത് സ്വീകരിച്ചില്ല. പിന്നെ ഒരു ഈത്തപ്പഴം കൊണ്ട് എനിക്കെന്താവാൻ, അതുകൊണ്ട് എനിക്ക് ഈത്തപ്പഴം വേണ്ട എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോയി ദേഷ്യം പിടിച്ച്. സുമ്മ മർറ ബിഹി ആഖറു, പിന്നെ മറ്റൊരാൾ വന്നു, മറ്റൊരു യാചകൻ ഫഅതാഹു ഇയ്യാഹ. അപ്പൊ ആ ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്തു. ആ വന്ന രണ്ടാമത്തെ യാചകൻ കൊടുത്തു. ഫഖബിലഹ, ആ ഈത്തപ്പഴം ആ യാചകൻ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വഖാല, അയാൾ പറയുകയും ചെയ്തു സന്തോഷത്തോടെ, ചാരിതാർത്ഥ്യത്തോടെ, തംറത്തും മിർ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എനിക്കൊരു ഈത്തപ്പഴം കിട്ടി. ഒരു ഈത്തപ്പഴമാണ് കൊടുത്തതെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ വളരെ കുറച്ചാണെങ്കിലും ഇത് കിട്ടിയത് എനിക്ക് മുത്തുനബിയിൽ നിന്നാണ്. അള്ളാഹു എനിക്ക് ഒരു ഈത്തപ്പഴം തരാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലൂടെ തരാനാണ് എനിക്ക് അവസരം ഉണ്ടാക്കിയത് എന്നത് സന്തോഷത്തോടെ കണ്ടപ്പോൾ ഫഅമറ ലഹു ബി 40 ദിർഹമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് 40 ദിർഹം കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മൾ പോലും അറിയാത്ത ഭാഗത്തുകൂടെ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം അനുഗ്രഹങ്ങൾ നൽകുന്നവനും അത് തടയുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്ന ആ റബ്ബിന്റെ സന്തോഷത്തിന് കാരണമാകുന്ന ശൈലിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞെടുത്ത് എല്ലാ അർത്ഥത്തിലുള്ള നന്ദിയും ആ കൂട്ടത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അള്ളാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ കണ്ണ്, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് കാത്, ഓരോ ശരീരത്തിന്റെ പാർട്സുകളും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തിന്റെ നന്ദിയുടെ ശൈലിയാണ് ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച്, ആ അവയവങ്ങൾ ഉപയോഗിച്ചൊന്നും നമ്മൾ പടച്ച തമ്പുരാന് എതിര് പ്രവർത്തിക്കാതിരിക്കുക, അല്ലാഹു തആല കൽപ്പിച്ചതിന് വിരുദ്ധമായത് ചെയ്യാതിരിക്കുക, തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് ആ അവയവങ്ങളുടെ നന്ദിയാണ്. കാണാനുള്ള കണ്ണ് തന്നത് അള്ളാഹുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, അതിന് നമുക്ക് നന്ദിയുണ്ടെങ്കിൽ, ആ കണ്ണുപയോഗിച്ച് അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ തിന്മകൾ ചെയ്യുന്ന ധിക്കാരം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സംസാരിക്കാനുള്ള നാവ് നൽകിയതും മനസ്സിലുള്ള ആശയം പുറത്ത് പ്രകടിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയതും യജമാനനായ നാഥനാണ് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ ആ നാവ് ഉപയോഗിച്ച് അള്ളാഹു പൊരുത്തപ്പെടാത്ത വാക്കുകൾ പറയാൻ, ഗുരുതരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള തിന്മകൾ പറയാൻ ആ നാവിനെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. ഓരോ അവയവങ്ങളെയും അള്ളാഹു തആല ഇഷ്ടപ്പെടാത്ത ഒന്നിലും വിനിയോഗിക്കാതിരിക്കുക എന്നതാണ് ആ അവയവങ്ങൾക്കൊക്കെയുള്ള നന്ദി. ഇനി ഒരാൾക്ക് അള്ളാഹു തആല ദുനിയാവ് നൽകി, സമ്പത്ത് നൽകിയെങ്കിൽ ആ നൽകപ്പെട്ട സമ്പത്ത് അള്ളാഹു നൽകിയതാണെന്ന് മനസ്സിലാക്കി അവന്റെ പൊരുത്തത്തിന് വേണ്ടി അത് വിനിയോഗിക്കാൻ, ചെലവാക്കേണ്ടിടത്തൊക്കെ ചെലവാക്കാൻ, പിശുക്ക് കാണിക്കാതിരിക്കാൻ. അതേപോലെ തന്നെ നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് റബ്ബ് നൽകിയതാണ്, അതുകൊണ്ട് തന്നെ അതിൽ ധൂർത്ത് പാടില്ല, അനാവശ്യങ്ങളിൽ ചെലവാക്കാൻ പാടില്ല, അതൊക്കെ നന്ദികേടിന്റെ ശൈലിയാണ് എന്ന തിരിച്ചറിവും അത് മനസ്സിലാക്കാനുള്ള നിർബന്ധ ബുദ്ധിയും കാണിച്ചാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അതേസമയം അതിനൊന്നും തയ്യാറില്ലാതെ നമ്മൾ നന്ദികേടിന്റെ കൂട്ടത്തിലേക്ക് പോയാലോ അള്ളാഹു തആല ചിലപ്പോൾ കടുത്ത ശിക്ഷ ഇവിടുന്ന് തന്നെ തന്നേക്കാം. ഇനി ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പോലും പരലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞിരുന്നല്ലോ, വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഞാനിവിടെ പറ്റിയൊരു ചരിത്രം എന്ന രൂപത്തിലൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. 3 ആളുകളെ അള്ളാഹു തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചു മുൻകാലത്ത്. തലയിൽ തീരെ രോമം മുളക്കാത്ത ഒരാൾ, മൊട്ടയായിട്ടുള്ള ആള്.
അയാളെയും അതേപോലെ വെള്ളപ്പാണ്ട് വന്ന് ശരീരത്തിലെ ചർമ്മമൊക്കെ അങ്ങേറ്റം വികൃതമായി പോയ ഒരാളെയും അന്ധനായ ഒരാളെയും പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെ തലയിൽ മുടി മുളക്കാതിരുന്ന ആളുടെ അടുത്ത് വന്നിട്ട് മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അയാൾ പറഞ്ഞു, എന്റെ തലയുണ്ടല്ലേ ഇങ്ങനെ ഒരു മുടി പോലും ഇല്ലാത്ത വിധത്തിൽ, എന്നെ തലയിലൊക്കെ ഒന്ന് സമൃദ്ധമായി മുടി വളർന്നുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം. ആ മലക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, മുടി വന്നു. അതോടൊപ്പം തന്നെ ഒട്ടകത്തെ നൽകി, അതിൽ ബർക്കത്തിന് ദുആ ചെയ്തു, തിരിച്ചുപോയി. പിന്നീട് ആ മനുഷ്യൻ നിമിഷം വെച്ച് ഉയരുകയും വലിയ സമ്പത്തിന്റെ ഉടമയായി മാറുകയും ചെയ്തു. അതേപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗിയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തടവിയപ്പോ രോഗമൊക്കെ മാറി അദ്ദേഹത്തിന് നല്ല സുന്ദരമായ ചർമ്മം ലഭിച്ചു. പശുവിനെയും കൊടുത്തു, അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. അയാളും വലിയ ധനികനായി. മൂന്നാമത്തെ അന്ധന്റെ അടുത്ത് വന്ന് അയാളുടെ കാഴ്ചശക്തി തിരിച്ചു കൊടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് ആടിനെ നൽകി അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. കാലം കടന്നുപോയി, വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു, രാവും പകലും ഒരുപാട് കൊഴിഞ്ഞുപോയി. ഇവിടെ ഈ നേരത്തെ തലയിൽ മുടി ഇല്ലാതിരുന്ന മൊട്ടയും അതേപോലെ വെള്ളപ്പാണ്ടുകാരനും അന്ധനും ഇന്ന് മൊട്ടയല്ല, വെള്ളപ്പാണ്ട് രോഗിയല്ല, അന്ധനുമല്ല, മറിച്ച് കണ്ണ് കാണുന്നുണ്ട്, നല്ല സുന്ദരമായ ചർമ്മമുണ്ട്, തലയിലൊക്കെ സമൃദ്ധമായി മുടി വളർന്നത് ചീകിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ അറിയപ്പെട്ട പണക്കാരായി 3 പേരും മാറിയിരിക്കുന്നു. ആ പണക്കാരായി മാറിയതിനു ശേഷം തലയിൽ മുടിയില്ലാത്ത മനുഷ്യന്റെ അടുത്ത് അവന്റെ പഴയ വേഷത്തിൽ മലക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ കുറച്ച് അകലെന്ന് വരുന്ന ഒരാളാണ്, എനിക്ക് നാട്ടിലേക്ക് എത്താനുള്ള വണ്ടിക്കൂലി തന്ന് സഹായിക്കണം, വലിയ പ്രയാസത്തിലാണ്. അപ്പൊ പക്ഷെ ഇവൻ പറയുന്നു, എന്ത്, ഇവിടെ കുറച്ച് സമ്പത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതിനൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്, ധാരാളം ബാധ്യതകളും കടങ്ങളും ഒക്കെ നിൽക്കുകയാണ്, അതുകൊണ്ട് ഒന്നും തന്ന് സഹായിക്കാൻ ഇപ്പൊ കഴിയില്ല, ഇപ്പൊ പൊയ്ക്കോളൂ. അപ്പൊ ആ വന്ന മലക്ക് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പഴയ അവസ്ഥ ഒന്ന് ആലോചിക്കണം, മുമ്പ് നിങ്ങളും ഇതേപോലെ ആയിരുന്നില്ലേ, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്നതല്ലേ ഇതൊക്കെ, ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് നിങ്ങൾ പൈസക്കാരനായതല്ലേ, നിങ്ങളുടെ തലയിൽ ഒരൊറ്റ മുടി ഉണ്ടായിരുന്നില്ലല്ലോ, അത് അള്ളാഹു തന്നതല്ലേ, അത് നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചു. അപ്പൊ ആ മനുഷ്യൻ അഹങ്കാരത്തോടെ പറഞ്ഞത്, ഇതൊക്കെ പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ളതാണ്, അങ്ങനെയൊന്നും കിട്ടിയതൊന്നുമല്ല എന്ന് പറഞ്ഞു. എങ്കിൽ നീ പറയുന്നത് നുണയാണെങ്കിൽ നിന്നെ അള്ളാഹു പഴയ രൂപത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്ക് അയാൾക്കുണ്ടായ ആ ദിവ്യ സമ്പത്തും അതേപോലെ തന്നെ ശരീരത്തിന്റെ സൗന്ദര്യവും അത് അപ്രത്യക്ഷമാവുകയും പഴയ കണ്ടീഷനിലേക്ക്, ദയനീയതയിലേക്ക്, കുത്തുവാളെടുക്കുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറുകയും ചെയ്തു. വെള്ളപ്പാണ്ട് രോഗിക്കും ഇതേ തിരിച്ചടി ഉണ്ടായി. എന്നാൽ നേരത്തെ അന്ധനായിരുന്ന മനുഷ്യന്റെ വീട്ടുമുറ്റത്തേക്ക് ഒരന്ധൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ അയാളെ അവിടെ ഗേറ്റിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവരികയാണ് നേരത്തെ അന്ധൻ. കാരണം കണ്ണില്ലായ്മയുടെ, കണ്ണിന് കാഴ്ചയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അയാൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ കണ്ണിന് കാഴ്ച അള്ളാഹു നൽകിയതാണെന്ന മഹത്തായ അനുഗ്രഹം അയാളുടെ മനസ്സ് നിറയെയുണ്ട്. അയാൾക്ക് അള്ളാഹു താല അപ്രതീക്ഷിതമായി സമ്പത്ത് നൽകിയതും ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ദരിദ്രൻ ധനികനായതുമൊക്കെ അയാളുടെ മനസ്സ് നിറയെ സംതൃപ്തിയോടെ അയാൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ധനെ കണ്ടപ്പോൾ പണ്ടത്തെ തന്റെ അവസ്ഥ ചിന്തിച്ച് അയാൾ ഗേറ്റിലേക്ക് ചെന്ന് അയാളെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കുണ്ട ഒരുപാട് സമ്പത്തുണ്ട്, ഇതൊക്കെ അള്ളാഹു എനിക്ക് നിമിഷ നേരം കൊണ്ട് തന്നതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണെങ്കിൽ അത് പറഞ്ഞോളൂ, അതെടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ മതി എനിക്ക്. അപ്പ ആ വന്ന മലക്ക് പറഞ്ഞു, നിങ്ങളുടെ 2 സഹോദരങ്ങൾ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു, പക്ഷേ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, എനിക്ക് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമില്ല. അപ്പൊ നോക്കൂ, ഇങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹ ദാതാവ് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയണം. അത് നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ ആ റബ്ബിന് സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കണം. ആവശ്യക്കാർക്ക് നേരെ നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സംവിധാനങ്ങളും കൊട്ടിയടക്കുന്ന നന്ദികേടിന്റെ ശൈലി നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല പണി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പറഞ്ഞത്, നമ്മളോട് പഠിപ്പിച്ചത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അറിയിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദി ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും, നന്ദികേട് ചെയ്യാനാണ് ഭാവമെങ്കിൽ കടുത്ത ശിക്ഷ നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഖാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ, നിങ്ങളും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും നിഷേധികളാവുകയാണെങ്കിൽ അള്ളാഹുവിന് അതുകൊണ്ടൊന്നും വരാനില്ല. കാരണം ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അള്ളാഹു താല നിരാശ്രയനും ആരിലേക്കും ആശ്രയിക്കാത്തവനും സ്തുത്യർഹനുമാണ്. അപ്പൊ നിങ്ങൾ വിശ്വാസികളാകുന്നതും നന്ദി ചെയ്യുന്നവരാകുന്നതും പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവരാകുന്നതുമൊക്കെ
അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾ അനുഭവിക്കാനാണ്, അതിന്റെ ഗുണം നിങ്ങൾ കൈയാളാനാണ്, അതിന്റെ ഗുണം ഉപയോഗിച്ച് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാനാണ്, അനന്തമായ ജീവിതത്തിൽ നിങ്ങൾ വിജയത്തിന്റെ തേരിലേറി സഞ്ചരിക്കാനുള്ള വേദി ഒരുക്കാനാണ്. അല്ലാതെ നിങ്ങൾ നന്നായാലും നന്നായില്ലെങ്കിലും, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചാലും ധിക്കരിച്ചില്ലെങ്കിലും പടച്ചവന് പ്രത്യേകിച്ച് അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നും നേടാനില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ നന്നാവുന്നതും നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതും സദക്ക ചെയ്യുന്നതും തെറ്റ് ചെയ്യാതിരിക്കുന്നതും കള്ളുപിടിക്കാതിരിക്കുന്നതും വ്യഭിചരിക്കാതിരിക്കുന്നതും ഇതൊക്കെ അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമുക്ക് നേട്ടം ഉണ്ടാക്കാനാണ് എന്ന തിരിച്ചറിവ്. അഥവാ നമ്മളെ തന്നെ സേഫാക്കാൻ വേണ്ടി നടത്തുന്നൊരു എക്സർസൈസാണിത് എന്ന തിരിച്ചറിവ് അത് നമുക്കുണ്ടാവണം എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഹദീസിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മുത്തനബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അള്ളാഹു പറഞ്ഞതായി റസൂലുള്ള പറയുന്ന ഹദീസ് ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിലെന്താ പറയണത്? ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാരും ഏറ്റവും നല്ല മനുഷ്യന്റെ അതേ രൂപത്തിൽ, അഥവാ ഏറ്റവും നല്ല മനുഷ്യനാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആത്മീയമായ ഔന്നിത്യത്തിലാണ് ലോകത്തുള്ള എല്ലാവരും ജീവിക്കുന്നതെങ്കിലും അതുകൊണ്ട് മാ സാദ ഫീ മുൽക്കി ഷൈഅ, എന്റെ അധികാരത്തിൽ അതുകൊണ്ടൊന്നും കൂടാൻ പോണില്ല. എല്ലാവരും നല്ലവര്, വേണ്ടാത്തരങ്ങൾ ആരും ചെയ്യണില്ല, തിന്മകളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, പാപരഹിതവും പവിത്രധന്യവും പരിശുദ്ധവുമായ ജീവിതമാണ് എല്ലാവരും നയിക്കുന്നത് എന്നതുകൊണ്ട് അള്ളാഹുവിനൊന്നും കൂടാനില്ല അധികാരത്തിൽ. ഇനി നേരെ തിരിച്ച് എല്ലാവരും തല്ലിപ്പൊളികളായാലും അള്ളാഹുവിനൊന്നും കുറയാനുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നാവുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിവുണ്ടാവുക. അനുഗ്രഹങ്ങൾ നൽകിയ നാഥനെ നമ്മൾ പ്രത്യേകം ഓർക്കുക. ആ നാഥന്റെ തൃപ്തിക്ക് വിരുദ്ധമായ ശൈലികൾ ജീവിതത്തിൽ വന്നു പോകാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.